നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ കണ്ണുകളും ഇപ്പോൾ ശബരിമലയിലേക്കാണ്. അവിടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു പുറത്തു വരുന്നുണ്ടായിരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത്. ഏതായാലും സർക്കാരിന്റെ നേരിട്ടുള്ള ക്ഷണപ്രകാരം പല അതിഥികളും അവിടെ എത്തി. പല അതിഥികളും അത് ബഹിഷ്കരിച്ചു. ഏതായാലും ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്ന് അവകാശപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വലിയ തള്ളലൊക്കെ തള്ളുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ സമയം തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ മറ്റൊരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദ്വാരപാലകർ, അയ്യന്റെ ശബരിമലയിലുള്ള ദ്വാരപാലകരെ ചില പണികൾക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതടക്കം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അവിടെ ആഗോള അയ്യപ്പ സംഗമത്തെ വലിയ രാഷ്ട്രീയ വിജയമാക്കി സർക്കാർ അവിടെ കൊട്ടിഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ അത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കോടതി അടക്കം വളരെ കൃത്യമായിട്ടും രൂക്ഷമായിട്ടും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ കമ്പനിയിൽ നിന്ന് തിരിച്ച് സന്നിധാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നത്. ഏതായാലും ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തന്നെയാണ് പല രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതി അനുമതി വാങ്ങി തിരികെ സ്ഥാപിക്കാനാണ് ഇനി തീരുമാനം. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോടതിയുടെ അനുമതി ഇല്ലാതെ സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ജനങ്ങളടക്കം കമന്റുകളിലൂടെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങളായിരുന്നു ഇതിനെ ഇടയാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതോടെ വിഷയത്തിൽ കോടതി ഇടപെടുകയായിരുന്നു. വിഷയം അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയുടെ അനുമതിയോടെ ആയിരിക്കും തുടർ നടപടി ഉണ്ടാകുക. ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെ കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് അറിയിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അത്തരത്തിൽ അറിയിക്കാതെ ഒരു നടപടിയെടുത്തത്. പക്ഷേ തിരിച്ചു കൊണ്ടുവയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് കോടതിയുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും അത് തുടർ നടപടികൾ നടത്തുക എന്നുള്ള ഉറപ്പ് ഉണ്ട്. കൂടാതെ തന്ത്രിയുടെ ആജ്ഞയനുസരിച്ച് ശുദ്ധി കലശം ചെയ്ത് പ്രത്യേക പൂജകളോടെയായിരിക്കും സ്വർണ്ണപ്പാളി തിരികെ സന്നിധാനത്ത് സ്ഥാപിക്കുക. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി 1 മാസത്തിന് ശേഷമാണ് സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ശബരിമലയിൽ വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ സന്നിധാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് എത്രയും വേഗം തന്നെ ഇപ്പോൾ കോടതി വിമർശിച്ചുകൊണ്ടാണെങ്കിൽ തന്നെ വേഗത്തിൽ അത് ഇവിടെ എത്തിച്ചത് നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്ന വളരെ പുണ്യ സ്ഥലത്ത് അതിനെ കളങ്കപ്പെടുത്തുന്നുള്ള പ്രവർത്തികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് CPM അവിടെ കട്ടുമുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇനി ഇവിടെ പാർട്ടി സെക്രട്ടറി 4000-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തെന്നും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. വേണമെങ്കിൽ ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നായിരുന്നു സംഗമ സദസ്സിലെ ഒഴിഞ്ഞ കസാരകളെ കുറിച്ച് MV ഗോവിന്ദൻ നൽകിയ വിചിത്ര വിശദീകരണം. അതെപ്പോഴും വിചിത്ര വിശദീകരണം. അദ്ദേഹം പല പരിപാടികളിലും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. എല്ലാ സെക്ഷനിലും ആൾ വേണമെന്നാണോ എന്നും ഗോവിന്ദൻ ചോദിച്ചു. സംഗമം പരാജയം എന്നത് മാധ്യമ പ്രചാരണമാണെന്നും നാണവും മാനവും ഇല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും MV ഗോവിന്ദൻ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത 4245 പേരിൽ പരിപാടിക്ക് എത്തിയത് 623 പേർ മാത്രമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച 500-ലധികം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി. 2000-ഓളം പേർ പങ്കെടുത്തു എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്തിയത്. ശബരിമല യുവതീ പ്രവേശനത്തിന്റെ പേരിൽ 2 പക്ഷത്തായി നിന്ന സംഘടനകളെ ഒരേ വേദിയിൽ സർക്കാരിനൊപ്പം നിർത്താനായി എന്നതാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തിനുണ്ടായ നേട്ടം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ദുർബലമായെന്നാണ് സർക്കാരിന്റെയും CPMന്റെയും വിലയിരുത്തൽ. എന്നാൽ വിശ്വാസികളുടെ പങ്കാളിത്തക്കുറവാണ് തിരിച്ചടിയായത്. യുവതീ പ്രവേശനത്തിന്റെ പേരിലുണ്ടായ മുറിവ് പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ലെന്ന സന്ദേശം നൽകുന്നുമുണ്ട്. വിശ്വാസികളെ സർക്കാരിനോടും ഇടതുപക്ഷത്തോടും അടുപ്പിക്കുക എന്നതായിരുന്നു സംഗമത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. NSSും SNDPയും KPMSും ഒരുമിച്ചെത്തിയതോടെ ലക്ഷ്യം അടുത്തായി. ശബരിമല മുൻ തന്ത്രിയുടെ സാന്നിധ്യം വിശ്വാസികളുടെ മുറിവിനുള്ള മരുന്നായി. യുവതീ പ്രവേശനത്തിലെ നിലപാടും അന്നെടുത്ത കേസുകളും ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. എന്നാൽ കേസ് പിൻവലിക്കണം, യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം തിരുത്തണം എന്നീ ആവശ്യങ്ങൾ ആവർത്തിച്ചുന്നയിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല. യുവതീ പ്രവേശം അടഞ്ഞ അധ്യായമാണെന്ന് ദേവസ്വം മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി പറഞ്ഞതും വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി ഉറപ്പിക്കാൻ ശ്രമിച്ചതും യുവതികളെ ശബരിമല കയറ്റാനുള്ള പഴയ വിപ്ലവം ഇനി ഇല്ല എന്നതിന്റെ സൂചനകളായി.
ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ദീപം തെളിയിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ശബരിമല വികസന മാസ്റ്റർ പ്ലാൻ, ശബരിമല കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക ടൂറിസം, തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയ്യപ്പ സംഗമത്തിന് ആശംസ അറിയിച്ചു. ദേവസ്വം മന്ത്രി VN വാസവൻ യോഗിയുടെ ആശംസ ഉദ്ഘാടന വേദിയിൽ വായിച്ചു. അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചതിൽ നന്ദിയുണ്ടെന്നും സംഗമം വിജയിക്കട്ടെ എന്നും യോഗി കത്തിൽ പറഞ്ഞു. സംഗമത്തിന്റെ ലക്ഷ്യം വിജയിക്കട്ടെ എന്ന ആശംസയോടെയാണ് കത്ത് അവസാനിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ദയനീയമായി പരാജയപ്പെട്ടെന്നാണ് KPCC വിലയിരുത്തൽ. UDFും കോൺഗ്രസും സ്വീകരിച്ച നിലപാടിന് വിശ്വാസി സമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കേരള BJPയുടെ മുഖത്തേറ്റ അടിയാണ് യോഗി ആദിത്യനാഥിന്റെ അദൃശ്യ സാന്നിധ്യമെന്നും KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ വിമർശിച്ചു. ശബരിമലയെ സ്ഥിരം വിവാദ കേന്ദ്രമായി നിലനിർത്താനും വികസനം എന്ന പേരിൽ തങ്ങളുടെ കച്ചവട താൽപര്യം സംരക്ഷിക്കാനും ഏതാനും പേർ ചേർന്ന് നടത്തിയ തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് തള്ളിക്കളഞ്ഞ വിശ്വാസി സമൂഹത്തെ ആദരവോടെ അഭിനന്ദിക്കുന്നു. അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം പ്രഖ്യാപിച്ച കേരള BJPയുടെ മുഖത്തേറ്റ അടിയാണ് അയ്യപ്പ സംഗമത്തിലെ യോഗി ആദിത്യനാഥിന്റെ അദൃശ്യ സാന്നിധ്യം. സുപ്രധാന വിഷയങ്ങളിൽ കേരള BJPയുടെ നിലപാടുകളെ BJP കേന്ദ്ര നേതൃത്വം അവജ്ഞതയോടെ തള്ളുന്നത് ആദ്യ സംഭവമല്ല. സംസ്ഥാനത്ത് CPMഉം BJP കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള രഹസ്യ ബാന്ധവം അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. തീവ്ര വർഗീയതയും ന്യൂനപക്ഷ ഉന്മൂലന സിദ്ധാന്തങ്ങളും കൊണ്ട് കുപ്രസിദ്ധി നേടിയ യോഗി ആദിത്യനാഥ് വരും കാലങ്ങളിൽ BJPയുടെ രാഷ്ട്രീയ മുഖം കൂടിയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള സംഘപരിവാർ അജണ്ട സമർത്ഥമായി നടപ്പാക്കുന്ന യോഗിയുടെ ആശംസയെ പ്രശംസയായി കാണുന്ന CPM ഈ സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങളോടും മതേതര വിശ്വാസികളോടും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? പമ്പയെ കളങ്കപ്പെടുത്തും വിധം പിണറായി സ്തുതി നടത്തുകയും കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും ചെയ്ത ചില സമുദായ നേതാക്കളുടെ രാഷ്ട്രീയ പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞതയോടെ കേരളം തള്ളിക്കളയുമെന്ന് ഉറപ്പാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും എന്താണോ സർക്കാർ ലക്ഷ്യം വെച്ചത് അത് സർക്കാർ നേടിയിട്ടുണ്ട് എന്നാണ് പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞുകൊണ്ട് വരുന്നത്. അതേസമയം തന്നെ ഇത് പൂർണ്ണ പരാജയമാണെന്നും ക്ഷണിച്ച അതിഥികൾ എത്തിയിട്ടില്ല, ജനം ഇതിനെ തള്ളിക്കളയുന്നു എന്നുള്ള കൃത്യമായിട്ട് സന്ദേശമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നൽകിയതെന്നുമാണ് മറുവിഭാഗം ഉന്നയിക്കുന്നത്.